നമസ്കാരം. ശിവന് മാത്രമല്ല സകല ചരാചരങ്ങൾക്കും തിരുനെറ്റിയിൽ തൃക്കണ്ണുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ശാസ്ത്രം ഇതിനെ പീനൽ ഗ്ലാൻഡ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഉറക്കത്തെയും ഉണർവിനെയും ഉൾപ്പെടെ സകല ചര്യകളെയും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക വ്യൂഹം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൃക്കണ്ണിലാണത്രേ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇതിനെ ആത്മീയമായി ഉദ്ദീപിപ്പിച്ചാൽ ധ്യാനത്തിലും യോഗയിലും മനുഷ്യർക്ക് ഉയർന്ന നിലയിലെത്തുവാൻ സാധിക്കും. ചുറ്റുമുള്ളതെല്ലാം തന്നിൽ ലയിപ്പിച്ച് തന്മയീഭാവം ആർജിക്കുവാനും ത്രികാലങ്ങളെയും അറിയുവാൻ മനുഷ്യർക്ക് കഴിയും. ദൈവസങ്കല്പങ്ങളിൽ ശിവന് മാത്രമല്ല എല്ലാ ദേവീ ദേവന്മാർക്കും ത്രികാല ജ്ഞാനമുള്ളത് ഇതിനാൽ കൂടിയാണ്. ഇതേ കഴിവ് ആത്മീയ സാധനയിലൂടെ മനുഷ്യർക്കും ആർജിക്കുവാൻ സാധിക്കും. തിരുനെറ്റിയിലെ തൃക്കണ്ണ് ശരിക്കും അന്തർനേത്രമാണ്. ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇതാണ്. ബാഹ്യവും ആന്തരികവുമായി നടക്കുന്നതെല്ലാം അറിയുന്നത് അദൃശ്യമായ ഈ അന്തർനേത്രത്തിലൂടെയാണ് എന്ന കാര്യം ഓർക്കണം. തിരുനെറ്റിയിലൂടെ നാം പ്രപഞ്ചോർജം സ്വീകരിച്ച് ജീവൻ നിലനിർത്തുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് തൃക്കണ്ണ് തുറക്കുന്നു എങ്കിൽ കാണുന്നതായ ആ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ശിവാനുഗ്രഹത്താൽ ഇപ്രകാരം സംഭവിക്കുമ്പോൾ കാണുന്ന ആ ലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് സ്വപ്നത്തെക്കുറിച്ചാകുന്നു. ഒരു വ്യക്തി പലവിധ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. എന്നാൽ ഈ സ്വപ്നങ്ങൾ പലപ്പോഴും ഓർത്തു വയ്ക്കുവാൻ സാധിക്കണം എന്നില്ല. പലപ്പോഴും ആ സ്വപ്നങ്ങൾ ഉണർന്നതിന് ശേഷം ഓർമ്മ ഉണ്ടാകണം എന്നില്ല. എന്നാൽ ചില സ്വപ്നങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടാകും. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ വ്യക്തമായി തന്നെ ഏതൊരു സ്വപ്നവും കാണുവാൻ സാധിക്കും. ആ സ്വപ്നത്തിൽ ആരെയെല്ലാം കാണുന്നു, അവർ എന്തെല്ലാം ചെയ്യുന്നു, ഇത്തരത്തിൽ ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യവും കൃത്യമായി ഇവർക്ക് ഓർമ്മ ഉണ്ടാകുന്നതാണ്. ഉണർന്നതിന് ശേഷവും ആ ഓർമ്മ ഇവരിൽ നിൽക്കുന്നതുമാണ്. അവർ മറക്കില്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് പല കഴിവുകളും ദൈവം നൽകി എന്ന് വരാം. ആ കഴിവുകൾ അവർ ശരിയായ രീതിയിൽ വിനിയോഗിച്ചു എന്ന് വരാം. എന്നാൽ പലർക്കും ലഭിക്കാൻ പ്രയാസമുള്ള ഒരു കഴിവുണ്ട്. അത് നടക്കാൻ പോകുന്നതായ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാൻ സാധിക്കുക എന്നതാണ്. എന്നാൽ ഈ വ്യക്തികൾക്ക് അത് അറിയുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. മുൻകൂട്ടി കാര്യങ്ങളെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്തുള്ള വ്യക്തി എന്ത് പറയുന്നു, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇത്തരത്തിൽ ഇവർ ചിന്തിക്കുന്നതോ അത്തരത്തിൽ പ്രവർത്തിക്കുന്നതോ ആയ കാര്യങ്ങൾ കൃത്യമായിരിക്കും. മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നാം. ഇത്തരത്തിൽ നിങ്ങൾക്കും സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു, നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കുന്നു എന്നതാണ് മറ്റൊരു ലക്ഷണം. പലർക്കും അത് സാധിക്കണം എന്നില്ല. കാരണം പലരും പുറമെ ചിരിച്ച് കാണിക്കും എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഏവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ഇവർ തീർത്തും വ്യത്യസ്തരാണ്. അവർ ചിന്തിക്കുന്നത് എന്താണ്, അവർ ചെയ്യാൻ പോകുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ ഇവർക്ക് ബോധ്യം വരും. മനസ്സിലേക്ക് അത്തരം ചില ചിന്തകൾ കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ മറ്റു ചിലർ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ അവർ ചിലപ്പോൾ ഫോൺ വിളിച്ച് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതുമാണ്. ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നാവുന്നതുമാണ്. താൻ ചിന്തിച്ച കാര്യമാണല്ലോ അവർ പറയുന്നത് എന്ന ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരാം. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു പ്രകാശം നിങ്ങളെ ചുറ്റുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്.
ഇത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഒരിക്കൽ മാത്രമല്ല, പല ആവർത്തി ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാകുന്നു. അത് ക്ഷേത്രത്തിലാണ് എങ്കിലും, അതല്ല മന്ത്രം ജപിക്കുമ്പോഴാണ് എങ്കിലും, വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും, അതല്ല ഭഗവാനെ സ്മരിക്കുന്ന ഏതൊരു സന്ദർഭത്തിലും ഇത്തരത്തിൽ ഒരു പ്രകാശം നിങ്ങളെ ചുറ്റുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു, അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു സൂചന തന്നെയാണ്. ഇരു പുരികത്തിൻ്റെയും ഇടയിൽ നിങ്ങൾക്ക് ഒരു പ്രഷർ അനുഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ശിവാനുഗ്രഹത്താൽ തൃക്കണ്ണ് തുറക്കുമ്പോൾ കാണുന്നതായ വ്യക്തമായ സൂചന തന്നെയാണ്. ഇത് ഏവർക്കും സംഭവിക്കണം എന്നില്ല. ചിലർക്ക് ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അത്തരത്തിൽ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ ഈ വ്യക്തികൾക്ക് ഇത് പല സമയങ്ങളിലും പല ആവർത്തിയായി ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഒരു കാര്യമാകുന്നു. ഇപ്രകാരം സംഭവിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് നിസ്സംശയം പറയാം. തലവേദന കൂടുതലായി കൃത്യമായി മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് മാറുന്നതാണ്. തലവേദന വളരെയധികം അനുഭവപ്പെടുന്നവരാകാം നിങ്ങൾ. എന്നാൽ പലവിധ കാര്യങ്ങൾ ചെയ്തിട്ടും തലവേദന പോകാതെ നിങ്ങൾ മന്ത്രങ്ങൾ ജപിച്ച് തുടങ്ങിയതിന് ശേഷം, ശിവമന്ത്രങ്ങൾ ജപിച്ച് തുടങ്ങിയതിന് ശേഷം അത് മാറുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് നിസ്സംശയം പറയാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ തൃക്കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷണത്തിൽ ഒന്ന് തന്നെയാണ് ഇത്. ഒരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ അത് എപ്രകാരം തരണം ചെയ്യണം എന്ന് മനസ്സിലാക്കുവാൻ പലർക്കും സാധിക്കണം എന്നില്ല. അല്ലെങ്കിൽ പലപ്പോഴും ആ വ്യക്തികൾ ആ സമയങ്ങളിൽ തളർന്നു പോകുന്നതുമാണ്. എന്നാൽ നിങ്ങൾ തീർത്തും വ്യത്യസ്തരാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചോദ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ഏതൊരു പ്രതിസന്ധി ഘട്ടമാണ് എങ്കിലും നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കും. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആ പ്രശ്നത്തിന് പരിഹാരമോ ചില അനുകൂലമായ കാര്യങ്ങളോ നിങ്ങളെ തേടിയെത്താം. ഇത്തരത്തിൽ മനസ്സിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. ഒപ്പമുള്ളവർക്ക് പോലും ഇത് അത്ഭുതമായി തോന്നാം. കാരണം അവർക്ക് സാധിക്കാത്തതായ ഒരു കാര്യമാണ് ഇത്. അത് എത്ര വലിയ പ്രശ്നമാണ് എങ്കിലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നു എന്നതാണ് വാസ്തവം. ആധ്യാത്മികമായി നിങ്ങൾ കൂടുതൽ അടുക്കുന്നതാണ്. ലൗകികമായ താല്പര്യങ്ങൾ മുൻപ് നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന അല്ലെങ്കിൽ നൽകേണ്ടത് എന്ന് ചിന്തിക്കുന്നതായ പല ലൗകിക കാര്യങ്ങൾക്കും താല്പര്യം നിങ്ങൾക്ക് ക്രമേണ കുറഞ്ഞു വരും. ആധ്യാത്മികമായി നിങ്ങൾ കൂടുതൽ അടുക്കും. ഭഗവാനോട് നിങ്ങൾ കൂടുതലായി അടുക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നു എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചനയാകുന്നു. പരമശിവനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ പരാമർശിച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രകടമാകുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. നിങ്ങൾ നിത്യവും ശിവാരാധന നടത്തണം. ശിവാരാധന മുടക്കുവാൻ പാടുള്ളതല്ല. നിത്യവും ശിവമന്ത്രങ്ങൾ ജപിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലോ അല്ലെങ്കിൽ സാധിക്കുന്നതായ അവസരങ്ങളിൽ എല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക. തീർച്ചയായും ഭഗവാനോട് കൂടുതൽ അടുക്കുവാനും ഇത്തരത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ ഭഗവാൻ. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നിങ്ങൾക്കും ഈ ലക്ഷണങ്ങൾ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും.